പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ ഉണർന്നെഴുന്നേറ്റ് ദൈവകൃപയെ മഹത്വപ്പെടുത്തുവാൻ, ആ സന്നിധിയിൽ നന്ദി കരേറ്റുവാൻ കർത്താവ് തന്നിരിക്കുന്ന എല്ലാ സൗഭാഗ്യത്തിനും നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വേദവചന ചിന്തയ്ക്ക് ആധാരമായി ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, ജോബ് ചാപ്റ്റർ 11 വേഴ്സ് 16 വായിച്ചു കേൾപ്പിക്കുന്നു. അതേ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. ഒരു 2 വാചകം മാത്രം അടങ്ങിയിരിക്കുന്ന 16-ാമത്തെ വാക്യം. അതേ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ചിന്തിച്ചേ. ഈ വചനത്തിനകത്തേക്ക് ഒന്ന് വന്നേ. അതെ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. ഇത് ഇയ്യോബിന്റെ പുസ്തകത്തിലാണ്. പക്ഷെ ഇയ്യോബ് പറയുന്ന വാക്കല്ല ഇത്. ഈ 11-ന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്, നയമത്യനായ സോഫർ ഇയ്യോബിനോട് പറയുന്ന വാക്കുകളാണ്. നമുക്കറിയാവുന്നതുപോലെ ഇയ്യോബ് എന്ന് പറയുന്ന നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും യഹോഭക്തനുമായ ഊസ് ദേശത്തെ ഇയ്യോബിനെ പരീക്ഷിക്കാൻ പിശാച് അവകാശം ചോദിച്ച് ഇയ്യോബിനെ പരീക്ഷിക്കുന്നു. ആ പരീക്ഷണത്തിനകത്ത് ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ പോലും നഷ്ടപ്പെട്ടു, എല്ലാവരും തള്ളി പറഞ്ഞു. എന്നിട്ടും ഇയ്യോബ് വിശ്വാസം പിടിച്ചു നിന്നു. ഭാര്യ പോലും 2-ാമത്തെ സെക്ഷൻ ആയപ്പോഴത്തേക്കും വീണ്ടും പിശാച് ഒന്നുകൂടെ ചോദിക്കുക, ശരീരത്തെ ചോദിച്ചു. ആത്മാവിനെ തൊടാതെ ശരീരം മുഴുവൻ പുഴുക്കളാൽ ശരീരം മുഴുവൻ വ്രണത്താൽ ഓട്ടുകഷ്ണം കൊണ്ട് ചിരണ്ടുന്ന പോലെ ഒരു അനുഭവത്തിലേക്ക് വന്നു. അപ്പോഴും ഇയ്യോബ് തള്ളിപ്പറയാതെ ഭാര്യ പോലും നിന്റെ ഭക്തി ത്യജിച്ച് കളഞ്ഞിട്ട് ചത്തുകളക എന്ന് പറയുമ്പോൾ, യഹോവയിൽ നിന്ന് നന്മ അനുഭവിച്ചാൽ തിന്മ അനുഭവിക്കരുതോ എന്ന് ചോദിച്ച് യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഇയ്യോബിനെ കാണാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്നേഹിതന്മാർ ആയ സഹോദരന്മാർ വന്ന് ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ, വാക്ക് രസകരമാ, ആശ്വസിപ്പിക്കാൻ വേണ്ടി വരിക. അങ്ങനെ വന്ന് ആശ്വസിപ്പിക്കാൻ വരുമ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിയും അവസ്ഥയും കണ്ട് ഇയ്യോബിനോട് മിണ്ടാതിരുന്നു. പക്ഷേ ഇയ്യോബ് വായെടുത്ത് സംസാരിച്ചു. ഒരു ഭക്തന്റെ സംസാരം. ആ സംസാരത്തിനകത്ത് ഇയ്യോബ് തന്റെ കാര്യങ്ങള്, താൻ നോക്കുന്നത് തന്റെ ദൈവത്തെ അവസാനം പറയുന്നുണ്ട്, ഇയ്യോബ് ഇവയിലൊന്നിലും പാപം ചെയ്തില്ല, വാക്കുകളിലൊന്നിലും പാപം ചെയ്തില്ല. അപ്പോ അങ്ങനെ ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ വന്നവര് ഒരു തരത്തിൽ പറഞ്ഞാൽ ആശ്വാസം അല്ലെങ്കിൽ പരിഹാസത്തിന്റെ ആ വഴിക്ക് മാറിയപ്പോൾ, യോബിനെ കുറിച്ച് നീതിമാനായിട്ട് കഷ്ടം അനുഭവിക്കുന്ന ആരുള്ളൂ, നീ എന്തെങ്കിലുമൊക്കെ നിന്റെ പാപം ഉണ്ടാകും, ഒന്ന് തിരിഞ്ഞു നോക്ക്, നിന്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, നമ്മുടെ ഭാഷയില് മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, നീ ഒന്ന് തിരിഞ്ഞു നോക്ക്, എന്തെങ്കിലും കുറ്റം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വരുന്ന സഹോദരന്മാരെന്ന പേര് പെട്ടവർ ആ ഹൃദയത്തെ മുറിവേൽപ്പിക്കുമ്പോൾ, മുള്ളു കുത്തി തുളയ്ക്കുന്നത് പോലെ മുറിവേൽപ്പിക്കുമ്പോൾ, ഇയ്യോബിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലെ വേദനയുടെ ആഴത്തിലേക്ക് വരുമ്പോൾ, അപ്പോഴും ഇയ്യോബ് പിടിച്ചു നിൽക്കാൻ നമുക്ക് കാണാം. അങ്ങനെ ഇരിക്കുമ്പോ അതിനകത്ത് ചെറുപ്പക്കാരനായ നയമത്യനായ സോഫർ, അതിനകത്തെ സ്നേഹിതന്മാരിൽ ഒരുവൻ പറയുന്ന വാക്കുകളാണ് 11-ാമത്തെ അധ്യായം. ഈ 11-ാമത്തെ അധ്യായം നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മേലോട്ടുള്ള വാക്യങ്ങളായി നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നീതിമാനായി നശിച്ചു പോയിട്ടുള്ളവൻ ആരുള്ളൂ, നിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒന്ന് നിഷ്കളങ്കത്വത്തിലേക്ക് നോക്ക്. അങ്ങനെ നോക്കുമ്പോ ഇത് പറയുന്നതെല്ലാം നിയമസംഹിതയാണ്. അവർ പറയുന്നതിലൊന്നും തെറ്റില്ല, കാരണം നിയമസംഹിത അങ്ങനെയാണ്. നീതിമാനായിട്ട് ആരും നശിച്ചു പോയിട്ടില്ല, സത്യമാണ്. നീതിമാനായിട്ട് ആരും നശിച്ചു പോയിട്ടില്ല, ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റും, ഇതൊക്കെ സത്യമായ കാര്യമാണ്. പറയുന്നത് ഒരു പരിഹാസ രൂപേണയാണെങ്കിൽ ഇപ്പോൾ സത്യമായ കാര്യമാണ്. നീതിമാനായിട്ട് നശിച്ചു പോയി. ഇയ്യോബിന്റെ ചരിത്രം എടുത്താൽ ഇയ്യോബ് നീതിമാനായിട്ട് നശിച്ചു പോയില്ല, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വചനം അർത്ഥാൽ ഇയ്യോബിനോട് ഒരു പ്രവചന വാക്കുപോലെ പറയുന്നൊരു വാക്കാണ് വായിച്ചു കേട്ടത്. അതേ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. ഈ വാക്ക് പറയുമ്പോൾ ഇയ്യോബ് ഇരിക്കുന്നത് ചപ്പറമഞ്ച കട്ടിലല്ല, ചാരത്തിനകത്ത് ഓട്ടുകഷ്ണം കൊണ്ട് തന്റെ വ്രണങ്ങൾ ചരണ്ടി അടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ, ഒരു മനുഷ്യന് അടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വേദന, എൻ്റെ ദുഃഖം ഒന്ന് അളന്നിരുന്നെങ്കിൽ
എൻ്റെ ഹൃദയത്തിലെ ദുഃഖമൊന്ന് അളന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ വചനം എഴുതുന്നത്. അപ്പോൾ ആ സങ്കടത്തിനകത്ത്, ആ വേദനയ്ക്കകത്ത് സ്നേഹിതൻ സോഫാർ പറയുകയാണ്, നിന്റെ കഷ്ടത നീ മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. പിന്നത്തേതിൽ അത് സത്യമായി ഭവിച്ചു. ഇതുകൊണ്ടാണ് ഇതൊരു വചനമായി ഇന്ന് പ്രഭാതത്തിൽ എടുക്കാൻ കാരണം. ഇന്ന് വേദനയ്ക്കകത്ത് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും, കൂടെ നിൽക്കുന്നവരെല്ലാം വിട്ടുമാറിപ്പോയാലും, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും, കൂട്ട് സഖി പോലും പിന്മാറിപ്പോയാലും, കുഞ്ഞെ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ അവസ്ഥ എന്തായാലും ഈ വചനം ഹൃദയത്തിനകത്തുറപ്പിക്കട്ടെ. അതേ, നിന്റെ കഷ്ടത മറക്കും. ഇന്നത്തെ സാഹചര്യം നീ മറക്കും. ഈ വേദന മാറിപ്പോകും. മുമ്പിൽ അനുഭവിക്കാനുള്ള ആ നിത്യ തേജസ്സിന്റെ കനമോർത്താൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല എന്നെണ്ണും തക്കവണ്ണം അത് മറന്നുപോകും. ഈ കഷ്ടത നാം മറക്കും, വേദന നാം മറക്കും. അത് ഒഴുകിപ്പോയ വെള്ളം പോലെ ഓർക്കും. അതിനെ ഒന്ന് സമാനപ്പെടുത്തുന്നതാ, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും എന്ന് പറഞ്ഞാൽ, ആ വെള്ളമേ ഇങ്ങനെ വരുന്ന ഈ ഒഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, ഒഴുകുന്ന വെള്ളത്തിനും കായലിലെ വെള്ളത്തിനും നദിയിലെ വെള്ളത്തിനും വ്യത്യാസം അതാ. കായലിലെ വെള്ളം കെട്ടിക്കിടക്കുന്നതാ, അതിങ്ങനെ കെട്ടിക്കിടക്കും. അതിനകത്ത് അഴുക്കുണ്ടെങ്കിൽ അവിടെ തന്നെ കിടക്കും കെട്ടിക്കിടക്കുന്ന വെള്ളം. എന്നാൽ ഒഴുകിപ്പോകുന്ന വെള്ളം അഴുക്കങ്ങ് ഒഴുക്കിക്കൊണ്ടു പോകും. ഒരു ചെറിയ അഴുക്ക് വന്നാൽ, ഏതെങ്കിലും ഒരു ജീവി ചത്തു ചീഞ്ഞു കിടന്നാൽ അതങ്ങ് ഒഴുകിപ്പോകും. അത് നിൽക്കത്തില്ല, അതങ്ങ് ഒഴുകിപ്പോകും. ഒഴുകിപ്പോകുന്ന വെള്ളം എന്നാണ്, ഒഴുകിപ്പോകുന്ന വെള്ളം. കഷ്ടതയെ നീ പിന്നീട് ഓർക്കും, പക്ഷെ ഒഴുകിപ്പോകുന്ന വെള്ളമാണ്. അതിനെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, അത് ഒഴുകിപ്പോയി. ഈ മലഞ്ചെരുവിൽ നിന്നൊക്കെ, കിഴക്കമല എന്നൊക്കെ വരുന്ന വെള്ളം ഉണ്ടല്ലോ, അല്ലെ വലിയ മഴക്കാലത്തൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം, ആ വെള്ളം ഇങ്ങ് ഒഴുകി വന്ന അതിനകത്ത് തടിയോ മൃഗങ്ങളോ ഒക്കെ ഉണ്ടാകും. അതങ്ങ് ഒഴുകിപ്പോയി കഴിഞ്ഞ ആ പ്ലേസ് കഴിഞ്ഞാൽ പിന്നെ അതിനെ കിട്ടത്തില്ല. പിന്നെ അത് എവിടെയെങ്കിലുമൊക്കെ സമുദ്രത്തിലൊക്കെ ചെന്ന് പിന്നെ ഒരിക്കലും അതിനെ കിട്ടത്തില്ല. അതാ, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. കുഞ്ഞെ, ഈ വചനത്തിലേക്ക് അകത്തേക്കൊന്ന് വന്നേ. ഇതിനകത്ത് പറയുന്ന കാര്യം കേട്ടെ. അതേ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. ഇന്നത്തെ സാഹചര്യം മറക്കും, ഇന്നത്തെ അവസ്ഥകൾ മറക്കും. ഒഴുകിപ്പോയ വെള്ളം പോലെ നീ അതിനെ ഓർക്കും. ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. ഒഴുകിപ്പോയ വെള്ളം പോലെ മാത്രമേ നീ അതിനെ ഓർക്കുകയുള്ളൂ. അതാണ് ദൈവിക പദ്ധതി, അതാണ് ദൈവം തരുന്നൊരു പദ്ധതി. അതാ, ഇന്നത്തെ അവസ്ഥയെ നീ മറക്കും, ഈ സാഹചര്യത്തെ നീ മറക്കും, ഈ അവസ്ഥയെ നീ മറക്കും, ഈ സാഹചര്യത്തെ നീ മറക്കും. ഒഴുകിപ്പോയ വെള്ളം പോലെ നിന്റെ കഷ്ടതയെ നീ മറക്കും. പിന്നീട് പിന്നെ ഓർക്കത്തില്ലേ ഒഴുകിപ്പോയ വെള്ളം? അന്ന് ആ കാലത്ത് അങ്ങനെ പോയായിരുന്നല്ലോ, ആ സാഹചര്യത്തിൽ കൂടിയാണല്ലോ വന്നത്. ഇത് യോബിന്റെ അനുഭവമാ. സോഫാർ പറഞ്ഞെങ്കിൽ അത് പിന്നീട് യോബിന്റെ അനുഭവമാ. യോബിന് ദൈവം എല്ലാം മടക്കി കൊടുത്തു, തനിക്കുണ്ടായിരുന്നതെല്ലാം ഇരട്ടി മടക്കി കൊടുത്തു. നഷ്ടപ്പെട്ടു പോയ 10 മക്കൾ സ്വർഗത്തിലും അടുത്ത 10 മക്കളെ കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന യോബ് ഈ പറഞ്ഞതുപോലെ കഷ്ടത മറന്നു. ആ കഷ്ടത മുഴുവൻ മറന്നു. അത് ചോദിക്കുമ്പോ പറയും, ആ ഒഴുകിപ്പോയ വെള്ളം പോലെ കുഞ്ഞെ, നിനക്ക് പകരമായി. അത് ഇയ്യോബ് പറയുമ്പോൾ തിരിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ കഷ്ടത, നിന്റെ രോഗം സമാധാനത്തിനായുള്ളത് അവൻ തൻ്റെ മേൽ വഹിച്ചിരിക്കുന്നത് കൊണ്ട് അവങ്കിലേക്ക് യേശു കർത്താവിന്റെ ക്രൂശിലേക്ക് ഒന്ന് ചാഞ്ഞു വന്നേ. നിന്റെ കഷ്ടത നീ മറക്കും. അത് ഒഴുകിപ്പോയ വെള്ളം പോലെ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനകളെ ചുമന്നവൻ കൂടെയുണ്ട്, അവൻ വഹിച്ചിരിക്കുക. ആ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഇന്ന് ഈ പ്രഭാതത്തിലും ഈ സന്ദേശം കേൾക്കുന്ന സമയത്തും കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. ആ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. ഇത് യോബിന്റെ അനുഭവം പോലെ കുഞ്ഞെ നിന്റെ അനുഭവമായി മാറും. നിശ്ചയം വിശ്വസിക്കുക, അതിനുവേണ്ടി കാത്തിരിക്കുക, അത് സംഭവിക്കും. ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ പിന്നീട് ഓർക്കുന്ന അതേ ഒരു അവസ്ഥയിലേക്ക് കർത്താവ് നടത്തട്ടെ. വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. രക്തത്തിന്റെ മുദ്രയിടുന്നപ്പ കർത്താവ് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇവരോടുകൂടെ ഇന്ന് ഈ വചനം കേട്ട സർവ്വപേരോടും കൂടെ യേശുവിന്റെ രക്തത്തിന്റെ മുദ്രയും ആ നാമവും ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നപ്പ കർത്താവിന്റെ കരം കൂടിയിരിക്കട്ടെ. ആത്മാവിൽ ബലപ്പെടുത്തുന്ന അസാധാരണ സാന്നിധ്യം കൂടി യഹോവ കൂടിയിരിക്കും. രക്തത്താൽ ജയമെടുക്കുന്നു, കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ചെയ്യാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ വിശാലമായ ദൈവത്തിന്റെ ചെറുകടിയിൽ നമ്മളെ പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.